അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. 20-കാരനായ യുവാവിനെ വിവാഹം ചെയ്ത വൃദ്ധയായ സ്ത്രീയുടെ കഥയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം എല്ലാവരും കേട്ടിരിക്കുമല്ലോ അല്ലേ? ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും ആ ഭാഗം ഒന്ന് ശരിക്ക് മുഴുവനായും കേൾക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ കഥയിലെ നായികയുടെ പേര് അല്ലെങ്കിൽ ആ വൃദ്ധയായ സ്ത്രീയുടെ പേര് ആമി എന്നാണ്. ആമി ഒരു ധനികനായ വ്യക്തിയുടെ മകളായിരുന്നു. കൊട്ടാരത്തിലേക്ക് പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന വൈദ്യനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ആ ചികിത്സകനാവട്ടെ അവളെ സ്വീകരിക്കാൻ റെഡിയായില്ല. അവളുടെ പിതാവും അയാളോട് ആമിയെ കല്യാണം കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു. എത്ര പണം വേണമെങ്കിലും കൊടുക്കാം എന്നുവരെ പറഞ്ഞു. എന്നാൽ അയാൾ സ്വീകരിക്കാൻ തന്നെ റെഡിയായില്ല. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ ആ മനുഷ്യൻ, ആ വൈദ്യൻ വേറെ കല്യാണം കഴിച്ച് അവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. ദേഷ്യം കൊണ്ട് മനസ്സ് മുരടിച്ചു പോയ ആമിയും പിതാവും അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആമിയുടെ പിതാവ് ആമിയോട് വേറൊരു വിവാഹം ചെയ്യാനും ആ മനുഷ്യനെ മറക്കാനും വേണ്ടി അറിയിക്കുകയാണ്. എന്നാൽ ആമി പറഞ്ഞു, ഇല്ല പാപ്പ, ഇല്ല, ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല. ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ മാരനായി അംഗീകരിച്ചു കഴിഞ്ഞ ആളാണ്. എനിക്ക് വേറൊരാളെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല. ഇനി ഒരു വിവാഹം എനിക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ വിവാഹമേ ഇല്ല. പക്ഷേ ഞാൻ അവനെയും അവൻ്റെ കുടുംബത്തെയും ഒരു പാഠം പഠിപ്പിക്കും. ഇതെൻ്റെ വാശിയാണ്. വളരെ നല്ല മനസ്സായിരുന്ന ആമിയുടെ മനസ്സ് അങ്ങനെ ദുഷിക്കാൻ തുടങ്ങുകയാണ്. ആ പക നെഞ്ചിൽ വെച്ച് ആ വൃത്തിയായ സ്ത്രീ അങ്ങനെ ജീവിക്കുകയാണ്. വൈദ്യൻ അവൻ്റെ മകന് പേരിട്ടത് ഫൈസു എന്നായിരുന്നു. സുന്ദരനും സുമുഖനുമായ ഫൈസു ദാരിദ്ര്യം മൂലം തന്നെ വളരെ കൂടുതൽ സ്കൂളിലൊന്നും പോകാൻ സാധിച്ചില്ല. ചെറുപ്പത്തിൽ തന്നെ വഴിയോരങ്ങളിൽ ചെറിയ ചെറിയ കച്ചവടമായി ജീവിക്കുകയായിരുന്നു. എന്നാൽ ആമിയാകട്ടെ ആ വൈദ്യന്റെ മകനായ ഫൈസുവിനെ വീക്ഷിച്ചു വരികയാണ്. അതെ, ഫൈസു ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. കാണാൻ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനികൾ അണയാമോ തേനിമ്പ കനിയേ, അതരത്തിലൊഴുകും മധുരത്തിനുറവ് മുഹബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ, അതരത്തിനൊഴുകും മധുരത്തിനുഴവ് മുഹബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ, അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ, അതരത്തിലൊഴുകും മധുരത്തിനുറവ് മുഹബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ, അതരത്തിലൊഴുകും മധുരത്തിനുറവ് മുഹബത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ, അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ.
സുന്ദരനും സുമുഖനുമായ ഫൈസുവിനെ കണ്ടപ്പോൾ ഇതൊരു നല്ല അവസരമാണെന്ന് കരുതിയ ആമി അങ്ങനെ വിവാഹത്തിന് ആവശ്യപ്പെടുകയാണ്. ഫൈസുവിൻ്റെ പിതാവിന് രോഗം മൂർച്ഛിച്ചതിനാൽ ഈ സമയത്ത് അത്യാവശ്യം നല്ല പണം ആവശ്യമാണെന്ന് അറിഞ്ഞ ആമി ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവാഹത്തിന് പിന്നിലെ ചതി ഫൈസി അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് വിവാഹാലോചനയുമായി ആമിയുടെ സഹോദരങ്ങൾ ഫൈസിയുടെ വീട്ടിലേക്ക് വരുന്നത്. ഫൈസിയുടെ കിടപ്പിലായ പിതാവിനെ കണ്ടപ്പോൾ തന്നെ സഹോദരങ്ങൾക്ക് അരിശമൂത്തു. ഞങ്ങളുടെ പെങ്ങളെ ചതിച്ച ആളാണ്, ഇയാളെ വെറുതെ വിടുമെന്നാണ് വിചാരം. അങ്ങനെ അവസാനം ഫൈസിക്ക് വേറെ ഗത്യന്തരമില്ലാതെ ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈസിയുടെ പിതാവിൻ്റെ ചികിത്സക്ക് വലിയ ഭീമമായ സംഖ്യ ആവശ്യമായിരുന്നു. എന്നാൽ ഇത് ഉണ്ടാക്കുന്നതിന് ഫൈസിയുടെ അടുക്കൽ യാതൊരു വരുമാന മാർഗവും ഇല്ലായിരുന്നു. എന്നാൽ ഫൈസിയുമായി സ്നേഹത്തിലായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഈ വാർത്തയറിഞ്ഞ് വളരെയധികം ദുഃഖിതയായത് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലാണ് ആ വൃദ്ധ താമസിക്കുന്നത്. ആ വൃദ്ധയുടെ ജോലിക്കാരിയാണ് നമ്മുടെ ഫൈസി സ്നേഹിക്കുന്ന കുട്ടി. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ ഫൈസി ആ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. മനസ്സിൽ ആ കുട്ടിയുടെ മുഖമാണ് വരുന്നത്. എന്തു ചെയ്യും? വേറെ നിവൃത്തിയില്ല. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും അറിയുന്നില്ല. ഒരു കുട്ടിയെ ചതിക്കാൻ എനിക്ക് വയ്യ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുകയാണ്. അങ്ങനെ വിവാഹ ദിവസം എത്തി. അവിടെ പന്തലിലാകെ വലിയ ആഘോഷങ്ങൾ. ഒരു ഭാഗത്ത് നല്ല പാട്ടും മേളവും എല്ലാം നടക്കുന്നു. ഒരു ഭാഗത്ത് ഭക്ഷണം നന്നായി വിളമ്പുന്നു. കാറ്റിൻ കുറുമ്പിൽ ഞാൻ നിന്നെ കാണും, കനകച്ചിലമ്പിൽ നിൻ ചിരിയും കേൾക്കും, ചോലക്കുയിലും നിൻമൊഴികളുണ്ട്, പാലൊളി നിലാവിലും നിന്നെ കണ്ട്. എന്നാണ് ഞാൻ കണ്ട പൂങ്കിനാക്കൾ പൂവായി വിരിയുന്ന നാളെത്തുന്നു. എന്നാണ് ബീവി എൻ്റെ നെഞ്ചിൽ പൂവത്ര ചിത്തം വരച്ചിടുന്നു. ഓ മധുരിത കഥ പറഞ്ഞു പറഞ്ഞു മനസ്സിനശകൾ നുണഞ്ഞു മധുരനാവിതിൽ അലിഞ്ഞലിഞ്ഞു മയങ്ങിടുവാൻ ഒതി പതഞ്ഞു മമസഖിയ മുഖപ്പത്തിന്റെ മണി വീണ അണിച്ചുകൊണ്ട് മഹറും ഒരുക്കി ഞാൻ കാത്തിരുന്നു. ഒരുക്കി ഞാൻ കാത്തിരുന്നു. ഒരുക്കി ഞാൻ കാത്തിരുന്നു. ഒരുക്കി ഞാൻ കാത്തിരുന്നു. ഇളം കൊടി നറുകുളിരായി നെഞ്ചിൽ ഇശലൊളിയായി കുണുങ്ങി നിന്നോളല്ലേ, എൻ കരളെ തെൻമൊഴിയെ നീയുള്ളിൽ പുത്തുലഞ്ഞു പുതുമണം തൂകിയല്ലോ. ഇന്നു നീ എൻ കൺമുമ്പിൽ പൂക്കാലമായി, നിന്റെ നാണം കാണുമ്പോൾ അതിമോഹമായി കുഞ്ചും കിളിയേ നീ എൻ കനവല്ലേ, നീ എൻ നിനവല്ലേ, നീ എൻ കനവല്ലേ, നീ എൻ നിനവല്ലേ. വിവാഹമെല്ലാം വളരെ ഗംഭീരമായി കഴിഞ്ഞു.
ഫൈസിക്ക് അവൻ്റെ പിതാവിനെ ചികിത്സിക്കാനുള്ള പണം ഒരുപാട് ലഭിച്ചു. എന്നാലും ഫൈസിക്ക് എന്തോ ഒരു മനസ്സിൽ ഒരു ആശങ്ക. ഇത് ഒരു ശരിയായ ഒരു വിവാഹമായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, ആ വൃദ്ധയായ സ്ത്രീ എന്നെ നോക്കുന്നു പോലുമില്ല, എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഇതെന്തായിരിക്കും സംഭവം? അങ്ങനെ ആ വൃദ്ധയായ സ്ത്രീ ഫൈസിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് വേറെ ആ റൂമാണുള്ളത്, ഇത് എൻ്റെ റൂമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ പരിചാരകരുണ്ട്, അവരെ വിളിച്ചാൽ മതി. ഫൈസി അത്ഭുതപ്പെട്ടു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിൽ എന്തോ ഒരു കഥയുണ്ടെന്നും അതുമാത്രമല്ല, അവിടെയുള്ള 2 റൂമുകൾക്കിടയിൽ ഒരു മുറി എപ്പോഴും അടച്ചിട്ടതുമായി ഫൈസിക്ക് അനുഭവപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് ഫൈസി ചോദിക്കുകയാണ്, അല്ല, ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിക്കുന്നു, ഇതെന്താണ് ഈ റൂം ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. ഇവിടുത്തെ കഥകളൊന്നും പുറത്തു പറയരുതെന്നാണ് ഇവിടുത്തെ മാഡം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഈ മുറിയുടെ കാര്യത്തിൽ ഫൈസിക്കും വല്ലാത്ത അത്ഭുതം. ഇതെന്താണ് ഇതിനുള്ളിൽ? അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീയോട് തന്നെ ഫൈസി ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വിവാഹം? പിന്നെ അതുമാത്രമല്ല, ഈ റൂം എന്താണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത്? ആമി, അതെ, ആ വൃദ്ധയായ സ്ത്രീ ആ കഥകൾ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾക്കറിയോ, നിങ്ങളെ ഞാൻ ഒരിക്കലും വിവാഹം ചെയ്തിട്ടില്ല. എനിക്കതിന് സാധിക്കില്ല. കാരണം നിങ്ങളെൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ. നിങ്ങളുടെ പിതാവിനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അതെ, ഇപ്പോൾ രോഗിയായി കിടക്കുന്ന അദ്ദേഹമായിരുന്നു ഞാൻ സ്നേഹിച്ച വ്യക്തി. എന്ത്? ഇത് കേട്ടപ്പോൾ ഫൈസു ഞെട്ടിത്തെറിച്ചു പോയി. നിങ്ങൾ എന്തിനു പിന്നെ നാടകം നടത്തി? നാടകമല്ല, ഇതെനിക്ക് ചെയ്തേ പറ്റൂ. കാരണം അന്ന് എന്നെയും എൻ്റെ പിതാവിനെയും നിങ്ങളുടെ പിതാവ് വളരെ അഭിമാനിച്ചാണ് വിട്ടത്. ഞങ്ങൾ കെഞ്ചി പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചൂടെ? ഞങ്ങൾക്ക് എന്തായിരുന്നു ഒരു കുറവ്? സൗന്ദര്യമില്ലായിരുന്നു, സമ്പത്തില്ലായിരുന്നു. എന്നിട്ടും നിന്റെ പിതാവിൻ്റെ ധിക്കാരത്തിന് മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ലായി തീർന്നു. എന്നാലും ഈ ഒരു ചതി എന്നോട് വേണ്ടല്ലോ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ആൾ വളരെ ദുഷ്ടനല്ല. ഏതായാലും ഈ പരീക്ഷണം വല്ലാത്തൊരു പരീക്ഷണമായി. ഫൈസി അവരോട് ദേഷ്യപ്പെടുകയാണ്. ഫൈസിയുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു, സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇലാഹി, ഏകനായി എന്നും തേടി ഞാൻ ആലമാകെ നിന്നെ. ഇലാഹി, ഏകനായി എന്നും തേടി ഞാൻ ആലമാകെ നിന്നെ. ഇഹലോക പാലകനേ നാഥ, കനിയൂ തുണയ്ക്കൂ. ഇലാഹി, ഏകനായി എന്നും തേടി ഞാൻ ആലമാകെ നിന്നെ. സുജൂദിൽ നീതിസാരമേ താണലേകൂ യാ റഹ്മാനേ. ജന്മദുഃഖമറിയണേ ജല്ല ജലാലേ. സ്വർഗമേകി കാക്കണേ റബ്ബ് റഹീമേ. ഇലാഹേ, ഇലാഹേ, ഏകനായി എന്നും
തേടി ഞാൻ ആലമാകെ നിന്നെ ഇഹലോക പാലകനെ നാഥ കനിയൂ തുണയ്ക്കൂ കനിയൂ തുണയ്ക്കൂ. ഫൈസിയുടെ വാക്കുകൾ കേട്ട ആ വൃദ്ധ വല്ലാതെ സങ്കടപ്പെടുകയാണ്. എൻ്റെ പഠിച്ചോനെ, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? ഇത്രയും കാലം ആ മനുഷ്യനോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന എനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ അയാളോടുള്ള ദേഷ്യം എനിക്കിപ്പോൾ വല്ലാതെ ഇല്ലാതായിരിക്കുന്നു. ഫൈസിയോട് ആ വൃദ്ധ അങ്ങനെ പറയാണ്, മോനറിയോ, ഞാൻ അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ നിന്റെ ഉപ്പായെ മനസ്സിൽ സൂക്ഷിച്ചതാണ്. ഇതുവരെ എൻ്റെ മനസ്സിൽ വേറൊരാളില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ ദുഷ്ട മനസ്സിലുള്ള ശിക്ഷ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റക്ക് ഞാൻ അനുഭവിച്ചു തീർത്തു. ഇനി എനിക്ക് വയ്യ. എന്നോട് ക്ഷമിക്കണം. എന്നാലും ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. എന്നോട് ക്ഷമിക്കണം മോനെ. പിന്നെ മോൻക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമുള്ളത് എനിക്കറിയാം. ആ കുട്ടി എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ മോനെ എത്രയും പെട്ടെന്ന് ഞാൻ വിവാഹം ചെയ്തു തരും. ഇത് കേട്ടപ്പോൾ ഫൈസിയുടെ മനസ്സ് വല്ലാതെ സന്തോഷപ്പെട്ടു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഒരുപാട് ദുഃഖം അനുഭവിച്ചെങ്കിലും ഇപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സമാധാനം, ഒരു സന്തോഷം. ഇതെല്ലാം പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഫൈസിയും ആ പെൺകുട്ടിയുമായുള്ള വിവാഹം നടക്കുകയാണ്. രണ്ടുപേരും വളരെ ആഹ്ലാദത്തിലായിരുന്നു. ആളുകളെല്ലാം കൂടി അങ്ങനെ നമ്മുടെ ഫൈസിയുടെ വിവാഹം വളരെ ഗംഭീരമായി നടന്നു. സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ചെഞ്ചോര ചുണ്ടിണയുണ്ട്, നല്ല മൊഞ്ചുള്ള താമരച്ചുണ്ട്. ചെഞ്ചോര ചുണ്ടിണയുണ്ട്, നല്ല മൊഞ്ചുള്ള താമരച്ചുണ്ട്. ബദറൊത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ. ബദറൊത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ. കസവണിഞ്ഞു തെൻകിനാക്കൾ പൂക്കളായി വിരിഞ്ഞു, കാരകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു. കസവണിഞ്ഞ തേൻകിനാക്കൾ പൂക്കളായി വിരിഞ്ഞു, മാനസത്തിൽ ആനകത്തിനമ്പിളി തെളിഞ്ഞു. കല്യാണ നാടിത വന്നേ, മിഴിയാകെ സ്വാഗതമെന്ന് അതപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് ആയിഷ ബീവി. അടവാട് മിഴിയുള്ളോള്, പഞ്ചാര മൊഴിയുള്ളോള്. പടവാള് മിഴിയുള്ളോള്, പഞ്ചാര ചിരിയുള്ളോള്. അതവങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് ആയിഷ ബീവി.